ദിയ കൃഷ്ണ, ഓബയോസി, അവിടുത്തെ എക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ആ 3 സ്ത്രീകൾ ചില്ലറക്കാരല്ലടേ, ഭീഷണി. എനിക്കും കിട്ടും വൻ ഭീഷണി അവർ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ദിയ കൃഷ്ണയുടെ കഴിഞ്ഞ വ്ളോഗിലെ ഒരു പോർഷൻ ഞാനിവിടെ ആദ്യം പ്ലേ ചെയ്യാം. ഇന്നിവിടെ ഒരു ലോഡ് കളക്ഷൻ ഉണ്ട്. ലൈക്ക് ഒരു 50 ലക്ഷം രൂപയും കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാം. പൈസ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, പക്ഷെ ബാക്കി കൊള്ളാം, ഒരു എൻജോയ്മെന്റ്. നിന്റെ പൈസ കട്ടുകൊണ്ട് അവർ ഇന്നിപ്പോ ഇവിടെ കാശുണ്ട്. ഈ വ്ളോഗ് മിസ് വിനീത, ദിവ്യ ആൻഡ് രാധാകുമാരി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, എടുത്തോണ്ട് പോയ പകുതി പൈസയെങ്കിലും തിരിച്ചു തന്നാൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ജ്വല്ലറി വാങ്ങിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ആ 3 പേരെ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ എൻ്റെ ഈ വിനീതമായ അഭ്യർത്ഥന അവരെ അറിയിക്കുന്നതായിരിക്കണം പ്ലീസ്. ദിയ കൃഷ്ണ ഊക്ക് അൾട്ടിമേറ്റ് പ്രോ വേർഷൻ. അതായത് ഈ 3 പേരുകൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവരാണ് ഇതിലെ പ്രതികൾ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇതിൽ വിനീത എന്ന പേരുള്ള ഒരു ലേഡിക്ക് സംഗതി ഞാൻ സീക്രട്ട് ഏജൻറ്റ് ആണല്ലോ. എന്താണെങ്കിലും ഞാനേ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഈ വിനീതയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഈ സ്കീം നടന്ന സമയത്ത്, കേസും കൂട്ടവും പരിപാടികളൊക്കെ നടന്ന സമയത്ത് ഒരു ഹായ് അയച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് നിങ്ങൾക്ക് കാണാം, 10 ജൂണിലാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ 14 ജൂണിൽ എനിക്ക് തിരിച്ച് ഹായ് എന്ന് പറഞ്ഞ റിപ്ലൈ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈസ് ദാറ്റ് യു ദ സെയിം പേഴ്സൺ ഇൻവോൾവ് ഇൻ ദിയ കൃഷ്ണ ഇഷ്യൂ? അപ്പോൾ യെസ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു, നത്തിങ്, ഐ ജസ്റ്റ് വോണ്ട് ടു കണക്ട് ടു യു വെൻ ദ ഇഷ്യൂ വാസ് ഇൻ പീക്ക് ഡിസ്കഷൻ. ഓക്കെ, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയുടെ സ്മൈലും ഒരു തംസപ്പും എനിക്ക് കിട്ടും. ഞാനും പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാൻ പോകില്ല, കാരണം കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ എന്നെ ഒളിവിലാണ്. എൻ്റെ അറിവിൽ എവിടെയും ഇന്ന് വന്ന ന്യൂസിന് മുമ്പ് വരെ അവർ അന്വേഷിക്കുന്ന ക്രൈം ബ്രാഞ്ചിൻ്റെ മുമ്പാകെ പോയി മൊഴി കൊടുത്തതായിട്ടോ ക്രൈം ബ്രാഞ്ച് അവരെ അറസ്റ്റ് ചെയ്തതായിട്ടോ ഒന്നുമില്ല. അവർ ജാമ്യാപേക്ഷയും കൊടുത്ത് ഒളിവിലിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഒളിവിലെ ജീവിതത്തിലാണ് നമുക്ക് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും കൂടുതലായിട്ട് അവരോട് കണക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ആ ഇഷ്യൂ നടന്ന സമയത്ത്, ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അതിൻ്റെ 2 വശവും എങ്ങനെയാണെന്നുള്ളത് അറിയുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിവരെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്തത്. ഫൈൻ. അപ്പോൾ ഇതിങ്ങനെ ജൂലൈ 14 എനിക്ക് മെസ്സേജ് അയച്ചു, അവിടെ നിന്നു. ഞാൻ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ട്യൂസ്ഡേ, ഓക്കെ, ഇപ്പോൾ ട്യൂസ്ഡേയിൽ എനിക്ക് ഒരു 3 PM എൻ്റെ വീഡിയോൻ്റെ ഒരു ലിങ്ക് എനിക്ക് ഇട്ട് തന്നിട്ട് ഇവരുടെ ഒരു മെസ്സേജ് ഞാനിവിടെ കൊടുക്കാം. ഹലോ, this side Vinida. I noticed that you have posted content using my photo and or voice without my consent. I do not give permission for any image, voice or any part of my identity to be used in your content. The content is also mentally and emotionally distressing. I request you to delete it immediately. If not removed, I will be forced to take legal action under cyber law and report it for harassment and defamation. I hope you will understand and take this seriously. Thank you. See the audacity. നിങ്ങൾ നോക്ക്, എന്തപ്പോൾ ഒരു ധൈര്യം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് പോയി നിന്നിട്ട് അവിടെ ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നതിൻ്റെ ക്ലിയർ ആരോപണം, ഞാനിപ്പോഴും ആരോപണം എന്നേ പറയുള്ളൂ, ഒരു സാധനം അവരുടെ തലയിൽ കേസായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ മുമ്പിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ പോലും പറ്റാത്ത ഇവരാണ് എനിക്ക് വന്നിട്ട് ഈ ത്രട്ടൻ ചെയ്ത് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ആനമയിൽ ഒട്ടകം എന്നേ എനിക്കിതിന് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഞാൻ കൊടുത്ത റിപ്ലൈ കൂടി ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. പ്ലീസ് ഗോ ഫോർവേഡ് ആൻഡ് പുട്ട് എ കംപ്ലൈൻറ്റ്. ഐ നോ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ്. And remember, you are still under a case. I will also put a case on you on threatening me. I hope you get my point and take this seriously. Thank you. എനിക്കും കേസ് കൊടുക്കാമല്ലോ, കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കോണ്ടൻറ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുള്ളത് ദിയ കൃഷ്ണയുടെ അമ്മയുടെ പ്രൊഫൈലിൽ നിന്നാണ് അവരുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ളത്. അതും ആ വീഡിയോയ്ക്കകത്ത് അവർ ക്ലിയർ കട്ടായിട്ട് അവർ ചെയ്ത തെറ്റുകൾ ഓക്കെ റേറ്റ് പറയുന്നുണ്ട്. ഫൈൻ. അതുമാത്രമല്ല, ന്യൂസിൽ വന്ന ക്ലിപ്പുകളാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ എവിടെയും ഈ പറഞ്ഞ എനിക്ക് മെസ്സേജ് അയച്ച വിനീതയുടെ വീട്ടിൽ ഒളിക്യാമറ വെച്ചെടുത്ത വിഷ്വൽസ് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി എന്തോ നന്മ ചെയ്ത വിനീതയെ ഞാൻ ഡീഫെയിം ചെയ്തതുമല്ല. മനസ്സിലായില്ലേ?
മര്യാദയ്ക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരിയായി ഇരുന്ന സമയത്ത് ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയെ പൈസ തട്ടിച്ചു, വഞ്ചിച്ചു എന്ന് പറഞ്ഞ കേസിൽ സ്റ്റിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൽ പ്രതി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളാണ് എന്നോട് വന്ന് പറയുന്നത് എന്നെ നിങ്ങൾ ഡിഫമേഷൻ്റെ അണ്ടറിൽ കേസ് കൊടുക്കുന്നുള്ളത്. കൊടുക്ക്, ഒരു 10 കോടിക്ക് കൊടുക്ക്. വിനീതനെ കൊണ്ട് അതാവുന്നുണ്ടെങ്കിൽ വിനീതം ചെയ്ത് കാണിക്കും. കമോൺ, ഞാനത് ഹാൻഡിൽ ചെയ്തുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ പൂച്ചാണ്ടികൾ എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. ഇനി അടുത്തത്, അയ്യോ ഇതൊന്നും പറയാൻ കേൾക്കാൻ ആളില്ലല്ലോ, ഇന്ന് പോയിട്ട് അവിടെ സറണ്ടർ ആയിട്ടുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. പിന്നെ ദിയാകൃഷ്ണനോട് പറയാനുള്ളത്, 3 ആളിൽ 2 ആളാണ് സറണ്ടർ ആയിട്ടുള്ള. അതിലൊന്ന് ഈ വിനീതയാണ്. ഒന്നിൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തപ്പി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രൈം ബ്രാഞ്ചിൻ്റെ ഓഫീസിൽ പോയാൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താ പറയുക, ഇവരുടെ ഒരു ധൈര്യം നിങ്ങളാരും, ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? റിപ്പീറ്റഡ്ലി ഈ കേസിൻ്റെ സമയത്ത് ദിയാകൃഷ്ണ ആൻഡ് ഫാമിലി പറഞ്ഞിട്ടുണ്ട് ഇതിലെവിടെയോ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കും തോന്നിയിരുന്നു രാഷ്ട്രീയമൊന്നും ഇതിൽ കാണില്ല, ഈ 3 സ്ത്രീകൾ അവരങ്ങനെ ഒരു എന്താ പറയുക കമ്പൈൻഡ് ആയിട്ട് ചെയ്തൊരു ക്രൈമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രയാണ്? 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇത്രയും കാലം ഒളിവിൽ നിൽക്കുന്നു. ക്രൈം ബ്രാഞ്ചിന്, കേരള പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല. നാട്ടിലൊരു വണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഒരുത്തൻ റോട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ പെരയിൽ പുലർച്ചയ്ക്ക് വന്നിട്ട് അവനെ പൊക്കിയെടുത്ത് തൂക്കിക്കൊണ്ടുപോകുന്ന കേരള പോലീസിന് ഈ 3 സ്ത്രീകളെ കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് തൊടാൻ പറ്റിയിട്ടില്ല. അവരെക്കുറിച്ച് വീഡിയോ ചെയ്ത് നമ്മളെ വന്ന് ത്രട്ടൻ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ പിന്നിൽ ആരാണ് എന്നുള്ളത് പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് പുറത്ത് പറയണം. ഓക്കെ, ഇതിനിടയിൽ ഇവർ ഇന്ന് പോയിട്ട് കീഴടങ്ങിയിട്ടുണ്ട്. നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി. അങ്ങനെ 69 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. എന്നാൽ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് തള്ളി. പിന്നീട് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് മാത്രമാണ് എടുത്തത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ ഇന്ന് ഹാജരായിട്ടുള്ള 2 പേർ, വിനീത, രാധാകുമാരി എന്നിവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല. ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. 3 പ്രതികളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല, ഇന്ന് ഹാജരായിട്ടുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത, രാധാകുമാരി എന്നീ 2 പ്രതികൾ ഹാജരായിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം മ്യൂസിയം പോലീസ് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ തള്ളി. അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഹാജരായിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച്, ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഈ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം പണം വന്നിട്ടുണ്ട്, ആ പണം എവിടെയാണ് ചിലവഴിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയും. വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷാജി പറയുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഇന്ന് അവർ ഹാജരായതിൻ്റെ കാരണം. ബിക്കോസ് അവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ 3 പേരിൽ ഒരാളില്ല. ഓക്കെ, ഈ സറണ്ടർ ആയാലും ഈ വിനീത എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് മെസ്സേജ് അയച്ച ലേഡി ഉണ്ട്. ആ മെസ്സേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ മുഖവും അവരുടെ വോയിസും അവരുടെ വീഡിയോ ഉപയോഗിക്കാൻ എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗോവിന്ദചാമി ഒരു കേസ് എല്ലാവർക്കും എതിരെ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. ഗോവിന്ദചാമി ജയിലിൽ ചാടിയ സമയത്ത് അവൻ്റെ മുഖവും അവൻ്റെ ഫേസും അവൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ദേശം ഉളുപ്പ് ഇല്ലയെന്ന് പറയാം. അതാണല്ലോ ഈ തെണ്ടിത്തരം കാണിച്ചത്. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഈ സൈസ് ഒരു സാധനം പേടിപ്പിക്കാൻ യാർക്കിട്ടെ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സംഗതി പോയിട്ട് ഹാജരായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രൈം ബ്രാഞ്ച് മൊഴിയെടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു, ഇതിനിടയിൽ ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടും ഇവരെ എന്തുകൊണ്ട് ക്രൈം ബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ ശക്തമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് മ്യൂസിയം പോലീസാണ്. രണ്ടാമതാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. മ്യൂസിയം പോലീസിന്റെ അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും പ്രാഥമിക അന്വേഷണത്തിൽ ഈ പ്രതികൾക്കെതിരെ തെളിവുകളുണ്ടായിരുന്നു. അതായത് ഈ ജീവനക്കാർക്കെതിരെ തെളിവുകളുണ്ടായിരുന്നു.
ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പ്രതികൾ മുൻകൂർ ജാമ്യം അപേക്ഷയുമായി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം സമീപിക്കുന്നത്. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷവും അറസ്റ്റ് നടപടികൾ വൈകുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രതികളെ വിളിച്ചു വരുത്തുവാനോ ചോദ്യം ചെയ്യുവാനോ ഇതുവരെ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. 3 പേരുടെയും അക്കൗണ്ടിലൂടെ പണം കടന്നുപോയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം, അതായത് ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകളും മറ്റ് തെളിവുകളും നിരത്തിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന കാര്യം ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് നിലനിൽക്കെയാണ് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അമാന്തം കാണിക്കുന്നു അല്ലെങ്കിൽ വൈകിക്കുന്നു എന്നടക്കമുള്ളതാണ് ഇപ്പോൾ ആരോപണമായിട്ട് ഉയരുന്നത്. ഇതുവരെ ഈ 3 പേരെയും, ഈ ജീവനക്കാരികളായ 3 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനോ മറ്റു തുടർ നടപടികൾ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് BJP നേതാവായ T. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കാരണത്തിലാണ് പരാതി നൽകുന്നത്. പരാതി നൽകിയതിനു ശേഷവും കൗണ്ടർ പരാതി എന്ന നിലയിൽ T. കൃഷ്ണകുമാറിനെതിരെ ഈ 3 യുവതികൾ നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കുകയും വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. എന്നാൽ കൃഷ്ണകുമാറിന്റെ പരാതിയിൽ നൽകിയ പരാതിയിലുള്ള അന്വേഷണം അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്നത്. അതാണ് ഈ ഹൈക്കോടതി ഹർജി തള്ളിയിട്ടും, അതായത് മുൻകൂർ ജാമ്യം തള്ളിയിട്ട് പോലും തുടർന്നുള്ള നടപടികൾ പോലും വേഗത്തിലാക്കാൻ പോലീസിനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ കഴിയുന്നില്ല, അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ഇതാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയവും മുന്നിൽ നിൽക്കുന്നത്. കാരണം BJP നേതാവായത് കൊണ്ടാണോ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ മാത്രം ഈ സമീപനം സ്വീകരിക്കുന്നത് എന്നതടക്കമാണ് ഇപ്പോൾ ആക്ഷേപമായിട്ട് വരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേട്, അതും ചെറിയ തുകയല്ല, 69 ലക്ഷം രൂപയുടെ തുക തട്ടിയെടുത്തതാണ് കേസ്. ഇത്തരം ഒരു കേസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സ്വീകരിക്കുന്ന നടപടി ഈ പ്രതികളെ വിളിച്ചു വരുത്തുകയും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് തെളിവുകൾ പരമാവധി ശേഖരിച്ച് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് കൃത്യമായ രേഖകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. എന്നിരുന്നിട്ടും തുടർ അന്വേഷണമോ ഈ യുവതികളെ വിളിച്ചു വരുത്തുവാനോ ഒന്നും ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുന്നില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണോ ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി മീഡിയ അടക്കം കൊടുത്ത കാര്യങ്ങളാണ്. ഈ 3 ലേഡീസ് നിങ്ങൾ തന്നെ കണ്ടതല്ലേ, അവരെത്ര ബ്ലണ്ടായിട്ട് വന്നിട്ടാണ് കുറേ നുണകൾ പറഞ്ഞത്. ദിയ കൃഷ്ണയുടെ ഫാമിലി അവരെ കാസ്റ്റ് പറഞ്ഞവരെ വളരെ മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്തു, റേസിസം കാണിക്കുന്നു. ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡ് ഒരു ഫ്ലേർട്ടാണ്, അച്ഛൻ തട്ടിക്കൊണ്ടുപോയി. എന്തൊക്കെ ഒരു വർത്താനാണ് ഇവർ ഇത്രയും പച്ച നുണ മീഡിയേൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞ ടീംസാണ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അറിയാൻ പാടില്ലല്ലേ. ഞാൻ ഈ ഇൻബോക്സിൽ പോയി മെസ്സേജ് അയച്ചപ്പോൾ ഞാനിനി അവരോട് വല്ലതും രാത്രി മെസ്സേജ് അയച്ചു, ഇന്ന സമയത്ത് മെസ്സേജ് അയച്ചു എന്നുള്ള സ്കീം അവർ ഇറക്കുമോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. കാരണം ആ സൈസ് ടീമാണ് എന്തായാലും. ഞാൻ തീട്ടമൊന്നും പറയുന്നില്ല, തീട്ടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എസൻസ് ടീമുകളോട് എനിക്ക് ഈ സ്റ്റാൻഡേർഡിൽ സംസാരിക്കാൻ അറിയും. മനസ്സിലായല്ലോ. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, റിപ്പോർട്ടർ, ജനം TV, കൈരളി, 24x7 കുറേ ചാനലുകളുണ്ടല്ലോ. എല്ലാവർക്കും ഇതിന് നിങ്ങളൊന്ന് പോയി കേസ് കൊടുക്കുക. നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ വീഡിയോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? സിന്ധു കൃഷ്ണയുടെ വീഡിയോ അവിടെ തന്നെ നടക്കുന്നുണ്ട്. അവർക്കെതിരെ ഒരു കേസ് ഇട്. അവരാണല്ലോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഉളുപ്പില്ലായ്മയുടെ എക്സ്ട്രീം എൻഡ് എന്നൊക്കെയുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നതും കേൾക്കുന്നതും. ഇനി അടുത്തത്, ഈ റീസെൻ്റ്ലി ഈ 3 പേരുടെയും വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം OBOCയിൽ കുറേ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. ആൻഡ് ദിയ കൃഷ്ണ കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം അവരുടെ സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോയൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗിനകത്ത് ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ OBOCയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്നു. സത്യം പറഞ്ഞാൽ അവരിങ്ങനെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ബിക്കോസ് ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്തൊന്നും അല്ല ഞാൻ അവരോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഇരുന്നാൽ മാത്രമേ ഒരു ഓഫീസിനകത്തൊരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് അവരോട് കാണിച്ചപ്പോൾ അവർ തിരിച്ച് ഇത്രയും ഡെഡിക്കേഷൻ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാവും എല്ലാം കൂടെ. അപ്പം ചെന്ന് കയറിയപ്പോൾ പോലും ആ ഡെക്കറേഷൻസ് എല്ലാം കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ഒരു ഓഫീസ് സ്ഥലത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു ഓണറിനെ സ്റ്റാഫുകൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല.
ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല അനുഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഇന്നത് അനുഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ഓമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതിനകത്ത് പകുതിയും. പക്ഷെ അവ അറിഞ്ഞിട്ട് പോലും ഇവിടെ നിന്ന് പോയപ്പോൾ തൊട്ട് തിരിച്ചു വരുന്നവൻ അവ ഉറക്കമായിരുന്നു. അപ്പോൾ ഇനി ഇച്ചിരി വലുതാകുമ്പോൾ അവന് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു, നിന്നെ വെൽക്കം ചെയ്തു. പക്ഷെ നീ അറിഞ്ഞില്ല, തെറ്റല്ലാന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ഇത് 1 by 1 അവരുടെ പേരൊക്കെ എഴുതുന്നത്. വിത്ത് ലവ് ജ്യോതിക. ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഇവിടെ ഇത് അവസാനിക്കുമല്ല. കാര്യം ഇനി എൻ്റെ ഫ്രണ്ട് ആര്യ ചിലപ്പോൾ വരും. അപ്പോൾ ആര്യ വരുന്ന ഇങ്ങനെ ആര്യനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാം. അശ്വിൻ എന്നെ ഓമീനെ ഇവിടെ വിട്ടിട്ട് അശ്വിൻ തിരിച്ചു ഓടി. കാരണം കുറേ വർക്ക് പെൻഡിങ് ആയിട്ടോ നമ്മുടെ സ്റ്റോക്ക് റൂമിലുണ്ട്. കാരണം ബാർകോഡ് സിസ്റ്റം തുടങ്ങിയുണ്ട്. അശ്വിനാണ് എല്ലാം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവർക്കും ബാർകോഡ് വൈബ് പിടിച്ചിരിക്കുകയാണ്. അശ്വിൻ ബാർകോഡ് സെറ്റ് ചെയ്ത് കൊടുപ്പോൾ അവരിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിരിക്കും. അവിടെ വൈബാണ് എല്ലാവരും കൂടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ വിഷമം ഓമിയുടെ കൂടെ എനിക്ക് ഇരിക്കണം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് അവിടെ ഇരിക്കണം. എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും കൂടെ മഴയത്തൊക്കെ ഇരുന്ന് വൈബ് പിടിച്ച് ജോലി ചെയ്യുന്ന കണ്ട് ഞാൻ സ്ട്രെസ്സായി പോയി. കാര്യം എനിക്കത് ചെയ്യാൻ തോന്നി. പക്ഷേ ഓമിക്ക് വേണ്ടി എനിക്ക് വീട്ടിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അവ ഇച്ചിരി കൂടെ വലുതാവട്ടെ. ഞാൻ അവനെ ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ട്, അവിടെ പോയിരിക്കും. ഓക്കെ, ഡൺ. അപ്പോൾ ഇനിയിപ്പോൾ ആര്യ വരുമ്പോൾ കാണാം. ഉണ്ടല്ലോ. സോ ദേ ആർ ഹാപ്പി നോ. ഓബയോസി ടീം, ഇപ്പോഴത്തെ പുതിയ ടീമും ഹാപ്പിയാണ്. ദിയ കൃഷ്ണയും ഹാപ്പിയാണ്, കുട്ടിയായി എല്ലാ കാര്യങ്ങളും ഓക്കെ. ബട്ട് പൈസ പോയത് ഒരു ഹാപ്പിനെസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ഡെഫിനറ്റ്ലി പോയ പൈസ തിരിച്ച് കിട്ടണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അന്വേഷിക്കുമ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾ അന്വേഷിച്ചു. തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ വാദം പൊളിഞ്ഞു. CCTV വിഷ്വൽസും സംഗതികളും വന്നു. പിന്നെ ജാതി അധിക്ഷേപം, രാത്രി ഹസ്ബൻഡ് ഫോൺ വിളിച്ചിട്ടുള്ള ഫ്ലേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞൊരു സൈഡിൽ നിന്നിട്ടും ഈ പൈസ തട്ടിക്കൊണ്ടുപോയ ആളുകളെ വിളിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു രീതിയിലുള്ള അന്വേഷണം നടത്താതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാളെ വന്ന് ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ഒരാൾ വീഡിയോ ഇട്ടതിന് ത്രട്ടൻ ചെയ്യാൻ വരെയുള്ള ധൈര്യം കാണിക്കുന്ന ടീമിൻ്റെ ബാക്കിൽ ആരാണ്? എന്താണ് ഇവർ ധൈര്യം എന്നുള്ളത് നമ്മൾ ചോദിച്ചു പോയില്ലേ? ഇവിടെ അഭിഭാഷകൻ മുഖേനയാണ് ഇന്ന് ഹാജരാകുമെന്ന് പോലീസിനെ അറിയിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ അന്വേഷിച്ച് വീടുകളിൽ നിന്ന് പോലീസ് പോയിരുന്നില്ല. കാരണം കോടതി നിർദ്ദേശപ്രകാരം. എന്തൊരവസ്ഥ! ഇവരെ പോലുള്ളവർ അന്വേഷിച്ച് പോലീസ് വീടുകളിൽ ചെല്ലില്ല, അന്വേഷണം നടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എഗെയിൻ ഞാൻ ചോദിക്കുന്നു, റിപ്പീറ്റഡ്ലി ഞാൻ ചോദിക്കുന്നു, ആരാണ് ഇവരുടെ പിന്നിൽ? കാരണം ഈ നാട്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു എന്താ പറയുക തെറ്റ് ചെയ്ത ആളുകൾക്കടക്കം കിട്ടുന്ന ഒരു എന്താ പറയുക സംഗതിയല്ല ഇത്. ഇത്രയും ഇൻറ്റൻസിറ്റിയിൽ ഇത്രയും ഗ്രാവിറ്റിയുള്ളൊരു കേസ്. പിന്നെ ഞാൻ ഇവരുടെ ഈ പറഞ്ഞ വീടിനടുത്തുള്ള ആളുകളുടെ വോയിസ് ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഈ പൈസ വെച്ചിട്ട് വീട് വെച്ചതും കടം തീർത്തതും സ്വർണം പുറത്തെടുത്തതും ഒക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ. മേ ബി അതുകൊണ്ടായിരിക്കണം ഇന്നെ ത്രട്ടൻ ചെയ്തിട്ടൊരു സാധനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി നടക്കുമല്ലോ, ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകുമല്ലോ. ഞാൻ ഒരു 10 വീഡിയോ ഇനി ചെയ്താലും ആ വീഡിയോ ഒന്നും ഞാനായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. കോളേജിൽ നിന്ന് വല്ല പേപ്പറുമായിട്ട് വാ, അപ്പോൾ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ പേപ്പർ വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു പേപ്പർ ഇടാനും എനിക്ക് നന്നായിട്ട് അറിയാം. കാലം കുറേയിലും ഇപ്പോൾ ഈ പരിപാടി തുടങ്ങാൻ ചെയ്യാനും ഈ ചാനലുമായിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ നട്ടലിൻ്റെ പിൻബലം എൻ്റെ അടുത്തേക്ക് കൊടുന്നെടുക്കാൻ നിൽക്കേണ്ടതെന്നാണ് വിനീത കുമാരിയോടൊക്കെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആരാൻ്റെ കാശ് അടിച്ചു മാറ്റിയിട്ട് മാസമാവാൻ നോക്കല്ലേ മോളെ. പിന്നെ മാസം ആവാൻ വേണ്ടിയിട്ട് നമുക്കിട്ട് പണിയാനാണെന്നുണ്ടെങ്കിൽ തൊടറാപ്പാക്കില്ല.